സംശയമില്ലാഞ്ഞിട്ട് പറയാം, അത് മനുഷ്യന്റെ തലച്ചോറാണെന്നുള്ളത്. കാരണം എന്താണെന്നറിയോ, ഇത്രയേറെ റിസർച്ചസ് നടത്തിയിട്ടും ഒരു മനുഷ്യന്റെ തലച്ചോറിനെ പൂർണ്ണമായിട്ടും പഠിക്കാൻ ഒരു ശാസ്ത്രജ്ഞനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ശരിക്കും ഒരു അഡൾട്ടായിട്ടുള്ള മനുഷ്യന്റെ തലച്ചോറിനകത്ത് 100 ബില്യൺ ന്യൂറോൺസ് ആണുള്ളത്. ഈ ന്യൂറോൺസിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി കണക്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ഏകദേശം നമ്മുടെ ഗാലക്സിയിലുള്ള നക്ഷത്രങ്ങളെക്കാൾ കൂടുതൽ കണക്റ്റേഴ്സ് നമ്മുടെ തലച്ചോറിനകത്തുണ്ടാവും. ഈ കണക്റ്റേഴ്സിന്റെ സിനോപ്സിസ് കാരണം നമ്മുടെ തലച്ചോറിനകത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ വൈദ്യുതി കൊണ്ട് നമുക്ക് ഏകദേശം 72 മണിക്കൂറിനകത്ത് നമ്മുടെ സ്മാർട്ട് ഫോൺ ചാർജ് ചെയ്യാൻ പറ്റും. അത്രയേറെ വൈദ്യുതി നമ്മുടെ തലച്ചോറിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇനി ഏകദേശം നമ്മുടെ തലച്ചോറിന്റെ മെമ്മറി സ്റ്റോറേജ് കപ്പാസിറ്റി എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2.5 mm GB ആണ്. ഏകദേശം അത് നമ്മുടെ ഒരു ബ്രെയിനിന്റെ സ്റ്റോറേജ് ഒക്കെ ഒരു ഫ്ലോപ്പിയിലോട്ടോ അല്ലെങ്കിൽ ഒരു പെൻ ഡ്രൈവിലോട്ടോ ഹാർഡ് ഡിസ്കിലോട്ടോ ഒക്കെ നമ്മൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 300 വർഷം കാണാൻ മാത്രമുള്ള മെമ്മറി നമ്മുടെ തലച്ചോറിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. വീഡിയോസ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ കേട്ടോ, ഇൻഫർമേഷൻസ് നമ്മുടെ തലച്ചോറിനകത്ത് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്.